ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കണ കണ്ടാലോ. 3 ഉരുളക്കിഴങ്ങ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കണം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് പൊളിച്ചിട്ട് 4 ആക്കിയിട്ടൊക്കെയാണ്. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ട. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ്, നല്ല മണമൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ചെറിയ സ്പൂണിലാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസൽ അതുവരെ വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസൽ കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇറക്കാൻ നേരത്ത് 1 വിസിലും കൂടി പോയിട്ട് അങ്ങനെ ഒരു 4 വിസിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് അതിൻ്റെ വെളിച്ചെണ്ണയുടെ ആ ഒരു വലിയ ചൂട് മാറിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, വറ്റൽമുളകും വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നേരത്തെ ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയി. നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇട്ട് കൊടുത്ത മസാലയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ കറിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാം ഉടച്ചു കൊടുക്കണ്ട, 2-3 ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ എല്ലാം ചേരണതാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.